നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ജയസൂര്യ സാർ ചാനലിലേക്ക് സ്വാഗതം. സാർ, നമ്മൾക്കറിയാം, ഇപ്പോ ദേശീയ അവാർഡൊക്കെ പ്രഖ്യാപിച്ചു, സിനിമ അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ച സമയത്ത് കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ സിനിമയ്ക്ക് പ്രധാനപ്പെട്ട രണ്ട് അവാർഡുകൾ കിട്ടിയതൊക്കെ കണ്ടു. ആ അവാർഡ് കിട്ടിയ വാർത്ത വന്നതോടുകൂടി തന്നെ കേരളത്തിലെ MLA മാരും മന്ത്രിമാരുമായിട്ടുള്ള ഇടത് വലതന്മാരൊക്കെ ഈ കേരള സ്റ്റോറി കേരളത്തെ നാണം കെടുത്താൻ വേണ്ടിയാണ് ഇത്തരത്തിൽ അവാർഡ് കൊടുത്ത് കേന്ദ്രം വീണ്ടും അതല്ലെങ്കിൽ ദേശീയ അവാർഡ് കൊടുത്ത് വീണ്ടും നാണം കെടുത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. വീണ്ടും അതിവിടെ ചർച്ചയ്ക്ക് വരേണ്ട ഒരു അവസ്ഥ തന്നെയാണുള്ളത്. കാരണം കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് എന്താ കുട്ടി സോന എൽദോസ് എന്ന് പറയുന്ന കുട്ടി, ആ കുട്ടിയുടെ ആത്മഹത്യാ കുറിപ്പൊക്കെ കൃത്യമായിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ലഭ്യമാണ്. എനിക്ക് തോന്നുന്നു ഈ ആത്മഹത്യാ കുറിപ്പ് ആ കുട്ടിയുടെ ബന്ധുക്കൾക്കാണ് ലഭിച്ചത് എന്ന് തോന്നുന്നു ആദ്യം. അല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും കൃത്യമായിട്ടുള്ള ഈ ആത്മഹത്യാ കുറിപ്പ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാകുമായിരുന്നില്ല. ഒരുപക്ഷെ തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗമായിട്ട് അത് നശിപ്പിക്കപ്പെട്ടേനെ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം റമീസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഏറ്റവും വളരെ മ്ലേച്ഛകരമായി ജീവിക്കുന്ന ഒരു ഇസ്ലാമിസ്റ്റ്, ആ ഇസ്ലാമിസ്റ്റ് ഈ പെൺകുട്ടിയെ ജിഹാദി ലവിൽപ്പെടുത്തി പ്രണയത്തിൽപ്പെടുത്തിക്കൊണ്ട് ചതിക്കുന്നു. ആ കുട്ടിയെ പിന്നീട് കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞ് പിന്നീട് അതിനെ മതം മാറ്റാൻ വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ആ കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു, സോന എൽദോസ് എന്ന് പറയുന്ന കുട്ടി. ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് സാർ എനിക്ക് ചിരി വന്നത്, രാവിലെ ഞാൻ എന്റെ ഒരു ക്രിസ്ത്യൻ സുഹൃത്തിനോട്, അദ്ദേഹം ദേശീയതയിൽ ഊന്നിക്കൊണ്ട് പ്രവർത്തിക്കുന്ന, നമ്മുടെ രാജ്യം ഈ രീതിയിൽ BJP RSSന്റെ കീഴിൽ വന്നിട്ടില്ലായിരുന്നെങ്കിൽ, BJPയുടെ ഭരണത്തിൽ കീഴിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇനി നമ്മുടെയൊക്കെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുമക്കളുടെ ആ ഭാവിയൊക്കെ എന്താകുമായിരുന്നു എന്ന് ആകുലതയോടെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയോട് ഞാൻ ഇന്ന് രാവിലെ ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ബൈജുജി, നമ്മുടെ ക്രിസ്ത്യൻ അച്ഛന്മാരും അതുപോലെ ഈ സഭാ പുരോഹിതന്മാരും ഒക്കെ ഛത്തീസ്ഗഡിൽ നിന്നും മറ്റു ബീഹാറിൽ നിന്നും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഈ കുട്ടി മരിച്ചത് ഇവരാരും അറിഞ്ഞിട്ടില്ല. ഒരു കുഞ്ഞിന്റെ ആ ഒരു ജനനം അതല്ലെങ്കിൽ ആ ജീവിതത്തെക്കാൾ വലുതാണ് മതം മാറ്റമായാലും മനുഷ്യക്കടത്തായാലും ബന്ധപ്പെട്ട കേസും വിവരങ്ങളും ഒക്കെ. ഇതുവരെ ഒരു പുരോഹിതന് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്ന വേദനയോടെ ആ ഒരു ക്രിസ്ത്യൻ സഹോദരൻ സംസാരിക്കുക പോലും ഉണ്ടായി. എങ്ങനെയാണ് സാർ കേരള സ്റ്റോറിയിൽ നിന്ന് തന്നെ തുടക്കം? എന്താണ് സാർ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കേരളം എന്നുള്ള സ്ഥലം ശരിക്കും ഐസിസ് പോലെയുള്ള ഒരു സംഘടന അല്ലെങ്കിൽ താലിബാൻ പോലെ ഒരു സംഘടനയാണ് ഭരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. നമ്മൾ കാണുന്നത് LDF ആയിരിക്കും, UDF ആയിരിക്കും. നമ്മൾ വായിക്കുന്നത് മലയാള മാധ്യമങ്ങളായിരിക്കും അല്ലെങ്കിൽ ചാനലുകളായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ ഭരണം നടത്തുന്നത്, സെക്രട്ടേറിയറ്റ് ഭരിക്കുന്നത്, ഇവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഭരിക്കുന്നത്, ഇവിടുത്തെ മാധ്യമങ്ങളെ ഭരിക്കുന്നത്, ഇവിടുത്തെ സഭകളെ, മത ജാതി സംഘടനകളെ ഭരിക്കുന്നത്, ഇവിടുത്തെ പൊതുജനത്തെ ഭരിക്കുന്നത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ നിയമം അനുസരിച്ച് കാര്യങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തന്നെയാണ്. ഒരുപക്ഷെ അവരുടെ പേര് കേരളത്തിൽ വരുമ്പോൾ താലിബാൻ എന്നായിരിക്കില്ല, കേരളത്തിൽ വരുമ്പോൾ ISIS എന്നായിരിക്കില്ല, ബോക്കോ ഹറാം എന്നായിരിക്കില്ല. പേര് കേരളത്തിൽ വരുമ്പോൾ മുസ്ലിം ലീഗ് എന്നായിരിക്കും, CPIM എന്നായിരിക്കും, കോൺഗ്രസ് I എന്നായിരിക്കും. പക്ഷെ ഇവര് നടപ്പാക്കുന്നത് ഈ പറയുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ നിയമങ്ങൾ തന്നെയാണ്. ഈ വിഷയത്തിൽ ധാരാളം വാദപ്രതിവാദങ്ങളിൽ ഞാൻ ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ ഞാൻ ഈ വിഷയം ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാമിക സ്റ്റേറ്റിന്റെ നിയമങ്ങൾ അനുസരിച്ച് കാര്യങ്ങൾ നടത്തുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളത്തെ പരിവർത്തനപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആ മാറ്റത്തിന് കൂട്ടുപിടിക്കാനാണ് ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇന്ന് അവരുടെ ദൗത്യം നിർവഹിക്കുന്നത്. ഭരണത്തിരുന്നുകൊണ്ടും പ്രതിപക്ഷത്തിരുന്നുകൊണ്ടും. ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ സത്യമായി വിളിച്ചു പറഞ്ഞാൽ അത് മതേതരത്വത്തിന്, ഈ മതേതരത്വം എന്താണെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല, മതേതരത്വത്തിനെതിരാകും, സംഘത്തിന് അനുകൂലമാകും, BJP RSSന് അനുകൂലമാകും. അതുകൊണ്ട് മിണ്ടണ്ട എന്നൊരു നിലപാടെടുക്കും. ഇത് പണ്ട് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബൈജു സൂചിപ്പിച്ചല്ലോ ഛത്തീസ്ഗഡിലെ കാര്യം. 3 കന്യാസ്ത്രീകൾ 3 വർഷം മുമ്പ് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പിണറായി വിജയന്റെ പോലീസ് അറസ്റ്റ് ചെയ്തു. അതിന്റെ കാര്യവും ഇതേ ഛത്തീസ്ഗഡ് വിഷയം തന്നെയായിരുന്നു കേസ്. എന്നിട്ട് 3 കൊല്ലക്കാലം കോടതി കയറി ഇറങ്ങി നടന്ന് ഈ കഴിഞ്ഞ ജൂലൈ മാസം 29-നാണ് അവർ ആ കേസിൽ നിന്ന് വിടുതൽ നേടുന്നത്. 3 വർഷക്കാലം 3 കന്യാസ്ത്രീകൾ മലയാളികൾ പിണറായി വിജയന്റെ പോലീസ് പീഡിപ്പിച്ചപ്പോൾ, കേസെടുത്തപ്പോൾ ചർച്ചയില്ല, പ്രതികരണമില്ല, വാർത്തയില്ല, പ്രതിഷേധമില്ല, മെഴുകുതിരി കത്തിക്കണ്ട, യാതൊരു പ്രസ്താവന പോലും വന്നില്ല, അറിഞ്ഞ ഭാവമില്ല. അതിനുശേഷം
2021 ഇതേ ഛത്തീസ്ഗഡിൽ 5 ക്രിസ്ത്യൻ പുരോഹിതന്മാരെ കോൺഗ്രസ് ഗവൺമെന്റ് അവിടെ ഭരിക്കുമ്പോൾ അറസ്റ്റ് ചെയ്തു. 1 വർഷക്കാലം ജയിലിനകത്ത് കിടന്നു ഈ 5 അച്ഛന്മാര്. എന്നിട്ടാണ് ജാമ്യം പോലും കിട്ടിയത്. ചർച്ചയില്ല, പ്രതിഷേധമില്ല, വാർത്തയില്ല, പ്രകടനമില്ല, ഒന്നുമില്ല. അറിഞ്ഞിട്ടില്ല, കേട്ടിട്ടില്ല. ആ സമൂഹമാണ് ഈ വിഷയത്തെ ഇന്ന് മൂടി വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഈ പറയുന്ന കേരളത്തിൽ എറണാകുളം ജില്ലയിൽ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ക്രൈസ്തവ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന് കൃത്യമായി എഴുതിയിട്ടുണ്ട്. വ്യക്തമായ തെളിവുണ്ട്. അവരുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടതിന്റെ രേഖകൾ ആർക്ക് വേണമെങ്കിലും കിട്ടും. കാരണം ഇതൊക്കെ മൊബൈൽ ഫോൺ വഴി ചെയ്തതാണ്. സോഷ്യൽ മീഡിയയിൽ അതിന് വേണ്ട എവിഡൻസ് ഉണ്ട്. യാതൊരു സംശയവുമില്ലാതെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന കേസാണ് ഇത്. പക്ഷെ മിണ്ടാൻ പറ്റില്ല. കേരളം ഭരിക്കുന്നത് താലിബാനാണ്, ISIS ആണ്, ബൊക്കോ ഹറാമാണ്, അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഭീകരരായിട്ടുള്ള സംവിധാനങ്ങൾ. അതുകൊണ്ട് കമാന്നൊരക്ഷരം മിണ്ടാൻ ഒരു സാഹിത്യ സാംസ്കാരിക നായകന്മാരും ഉണ്ടാവില്ല, ഒരു ബുദ്ധിജീവി ഉണ്ടാവില്ല. അതിനേക്കാളൊക്കെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം, കേരള നിയമസഭ എന്ന് പറയുന്ന അതിന് എന്നാ പേരിട്ട് വിളിക്കണം എന്ന് എനിക്കറിയത്തില്ല. ആ നിയമസഭ അവര് ഇറാഖിൽ പ്രശ്നമുണ്ടായാൽ 140 പേരും കൂടെ പ്രമേയം പാസ്സാക്കും. അല്ലെങ്കിൽ പലസ്തീനിൽ പ്രശ്നം ഉണ്ടായാൽ 140 പേരും കൂടെ പ്രമേയം പാസ്സാക്കും. ഇവിടെ ശബരിമല വിഷയത്തിൽ 140 പേര് ഹിന്ദുവിനെതിരായിട്ട് പ്രമേയം പാസ്സാക്കും. വടക്കേ ഇന്ത്യയിൽ എന്ത് സംഭവം ഉണ്ടായാലും പ്രമേയം പാസ്സാക്കും. ഇവിടെ പ്രമേയം ഒന്നും പാസ്സാക്കണ്ട. നിങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി, ഈ പറയുന്ന സഭകളുടെയും സഭാ നേതാക്കന്മാരുടെയും തിണ്ണ നിരങ്ങി നടക്കുന്ന ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി കേരള നിയമസഭയ്ക്കകത്ത് എഴുന്നേറ്റ് നിന്നിട്ട് ഇതിനെതിരെ ഒരു പ്രമേയം അവതരിപ്പിക്കാൻ തയ്യാറുണ്ടോ? ആ പ്രമേയം കേരള നിയമസഭയ്ക്കകത്ത് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? അതിനുവേണ്ടി നിയമസഭ വിളിച്ചുകൂട്ടാൻ തയ്യാറുണ്ട്. എന്തെല്ലാം കാര്യത്തിന് ഇവിടെ നിയമസഭ പ്രത്യേക സമ്മേളനം ചേർന്ന് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ ഇത് തെളിവുണ്ടോ എന്നൊരു ചോദ്യമാണ്. എന്നിട്ട് ഇവർ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ? ഇങ്ങനൊരു സംഭവമില്ല എന്ന് കോടതി പറഞ്ഞല്ലോ. കോടതി എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? കോടതി അതും പറഞ്ഞിട്ടുണ്ട്. അതായത് ഇന്ത്യൻ പീനൽ കോഡിൽ IPC-യിൽ CRPC-യിൽ ഇങ്ങനെ ഒരു ലവ് ജിഹാദ് എന്ന് പറഞ്ഞ വാക്ക് എഴുതിയിട്ടില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ അങ്ങനെ ഒരു വാക്ക് എഴുതിയിട്ടില്ല. കാരണം ഇതൊക്കെ ഉണ്ടാക്കുന്ന കാലത്ത് ഇങ്ങനെ ഒരു ക്രൈം ഇല്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ ഭരണഘടനയിൽ സൈബർ ക്രൈം എന്ന് പറഞ്ഞൊരു ക്രൈം ഇല്ല. അതുപോലെ CRPC-യിലും IPC-യിലും അത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭാരത ന്യായ സംഹിത വന്നപ്പോ അതിനകത്ത് സൈബർ ക്രൈം എന്ന് പറഞ്ഞൊരു ക്രൈം ഉണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പുസ്തകങ്ങളൊക്കെ എഴുതുന്ന കാലത്ത് സൈബർ ഇല്ല, സൈബർ മേഖലയില്ല, അതുകൊണ്ട് തന്നെ സൈബർ ക്രൈമും ഇല്ല. എന്നതുപോലെ കാലാനുസൃതമായി കൂട്ടിച്ചേർക്കപ്പെടേണ്ടത് കൂട്ടിച്ചേർക്കാൻ നിയമപരമായി തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ തയ്യാറുണ്ടോ? മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ, ഇപ്പൊ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ അവരവിടെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നിയമം ഉള്ളത് കൊണ്ടാണല്ലോ പല അറസ്റ്റുകളും നടക്കുന്നത്. പക്ഷെ ഇവിടെ നിയമമില്ല. അപ്പോൾ ഇവിടെ കേരളത്തിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ലവ് ജിഹാദിന്റെ പേരിൽ ഇവിടുത്തെ ക്രൈസ്തവരോടും ഹൈന്ദവരോടും ആർക്കെങ്കിലും സഹാനുഭൂതി ഉണ്ട് എങ്കിൽ, അവരുടെ വികാരം ഉൾക്കൊള്ളുന്നുണ്ട് എങ്കിൽ, അവരുടെ ശബ്ദത്തെ വിലവെക്കുന്നുണ്ട് എങ്കിൽ, ഇവിടെ ശബ്ദമില്ലായ്മയൊന്നുമില്ലല്ലോ. ഈ വിഷയം വെള്ളാപ്പള്ളി നടേശൻ പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ലേ? എത്രയോ വർഷമായിട്ട് പറയുന്നു, അദ്ദേഹം തുടർച്ചയായിട്ട് പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിന്റെ പേരിൽ നിങ്ങൾ എന്നെ തൂക്കിക്കൊല്ലുകയാണ്, അല്ലെങ്കിൽ എന്നെ വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ കൊന്നു, പക്ഷെ സത്യം ഞാൻ പറയും എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞില്ലേ? അപ്പൊ ആ വെള്ളാപ്പള്ളി നടേശന്റെ വാക്കിന് വിലയില്ല, സുകുമാരൻ നായരുടെ വാക്കിന് വിലയില്ല, ഇവിടുത്തെ ഒരു ഹിന്ദു സംഘടനയുടെ വാക്കിനും വിലയില്ല, ഇവിടുത്തെ ക്രൈസ്തവ സംഘടനകളുടെ അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരുടെ വാക്കുകൾക്ക് വിലയില്ല. മറിച്ച് വില ഒരിടത്ത് മാത്രമേ ഉള്ളൂ, അത് ഇസ്ലാമിസ്റ്റുകളുടെ വാക്കുകൾക്ക് മാത്രമേ വിലയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കൃത്യമായി പറഞ്ഞത്, കേരളം ഭരിക്കുന്നത് ഒന്നുകിൽ താലിബാനാണ്, അല്ലെങ്കിൽ ISIS ആണ്, അല്ലെങ്കിൽ ബൊക്കോ ഹറാം ആണ്, അല്ലെങ്കിൽ ഇതിലൊക്കെ കൂടിയ ഇനം വേറെ എന്തോ ആണ്. പേരിടയ്ക്കിടയ്ക്ക് മാറ്റുമല്ലോ. ഏതായാലും നമ്മളിവിടെ കാണുന്നത് അതിന്റെ പേര് മുസ്ലിം ലീഗ് എന്നാണ്, അതിന്റെ CPIM എന്നാണ്, അതിൽ കോൺഗ്രസ് I എന്നാണ്. അപ്പോൾ ഈ കാര്യത്തിൽ നിയമസഭ വിളിച്ചു ചേർക്കണം, നിയമസഭയിൽ ചർച്ച നടക്കണം, പ്രമേയം 140 MLA-മാരും ഒന്നിച്ച് പാസ്സാക്കണം എന്ന് ആവശ്യപ്പെടേണ്ട സമയമായിരിക്കുന്നു. കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ സംഘടനാ നേതാക്കന്മാർ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെക്കണം എന്നാണ് എന്റെ ഒരു അഭ്യർത്ഥന.
സർ, നമ്മൾക്ക് ലവ് ജിഹാദ് എന്ന് കേൾക്കുമ്പോൾ ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത, അതല്ലെങ്കിൽ പരാമർശിക്കാതെ പോകാൻ പറ്റാത്ത ഒരു പേരാണ് നാലപ്പാട്ടെ മാധവിക്കുട്ടി എന്ന് വിളിക്കുന്ന, ലോകം അറിയുന്ന കഥാകാരിയായിട്ടുള്ള, അവരെ കമലാ സുരയ്യയാക്കി മാറ്റിയ, ഇന്നും MP ആയിക്കൊണ്ട് ആർത്തുല്ലസിച്ച് നടക്കുന്ന, ഇവിടുത്തെ പ്രബുദ്ധ ജനത വോട്ട് കുത്തി വിജയിപ്പിച്ചിട്ടുള്ള സമദാനി എന്ന് പറയുന്ന ആ MP. അയാളെ കുറിച്ച് കൃത്യമായിട്ടും അഹമ്മദ് എന്ന് പറയുന്ന പുരോഗമന വാദം പ്രസംഗിക്കുന്ന ഒരു വ്യക്തി തന്നെ പച്ചയ്ക്ക് കുളപ്പടവിൽ പോലും ഈ പറയുന്ന മാധവിക്കുട്ടിയെ ബലാത്സംഗം ചെയ്തു, ലവ് ജിഹാദ് നടത്തിയതാണ്, കോടിക്കണക്കിന് ഡോളർ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതും രൂപ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായിട്ട് ഈ അഹമ്മദ് എന്ന് പറയുന്ന അദ്ദേഹം വിളിച്ച് പറയാറുണ്ട്. പക്ഷെ സാക്ഷര കേരളം അതല്ലെങ്കിൽ പ്രബുദ്ധ കേരളം ഇതൊന്നും ചർച്ച ചെയ്യാറില്ല. സാറ് പറഞ്ഞ പോലെ തന്നെ ISISോ അതല്ലെങ്കിൽ ബൊക്കോ ഹറാമോ അൽഖ്വയ്ദ വ്യത്യസ്ത പേരുകളിലാണെങ്കിൽ പോലും ഇവിടെ ലീഗും SDPയും CPIയും CPMും അതല്ലെങ്കിൽ UDF പെട്ട എല്ലാ വിഭാഗങ്ങളും കൂടിക്കൊണ്ട് അത് നിശബ്ദമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഈ മാധവിക്കുട്ടി എന്ന് പറയുന്ന കഥാകാരിയുടെ അവർക്ക് കിട്ടേണ്ട നീതി നഷ്ടപ്പെട്ടതിനെ കൂടി ചർച്ച ചെയ്യേണ്ടതല്ലേ സാർ? നമ്മൾ ശബ്ദിക്കേണ്ടതല്ലേ സാർ? മാധവിക്കുട്ടി തന്നെ അതിനെതിരെ ശബ്ദമുയർത്താൻ ശ്രമിച്ചു. പറ്റിപ്പോയത് അബദ്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോ എനിക്കെന്റെ കൃഷ്ണനെ തിരിച്ചു വേണം, എനിക്ക് പ്രാർത്ഥിക്കണം, അതുകൊണ്ട് ഞാൻ ഈ കുപ്പായമെല്ലാം വലിച്ചൂരിയിട്ട് തിരിച്ചു വരികയാണെന്ന് സ്വന്തം മക്കളോട് പറഞ്ഞു. മക്കളോട് പറഞ്ഞപ്പോ മക്കൾ നിസ്സഹായമായി നിന്ന കഥ അന്ന് ലീല മേനോൻ, പ്രശസ്തരായിട്ടുള്ള ഇന്ത്യൻ എക്സ്പ്രസിലും അവസാനം ജന്മഭൂമിയിലുമൊക്കെ എഡിറ്ററായിരുന്ന, ചീഫ് എഡിറ്ററൊക്കെ ആയിരുന്ന ലീല മേനോൻ എന്ന ജേർണലിസ്റ്റ് വ്യക്തമായി തുറന്നെഴുതിയിട്ടുണ്ടല്ലോ. അതായത് എന്റെ മക്കൾ എന്നെ തിരിച്ച് മതം മാറ്റണം, എനിക്ക് കൃഷ്ണന്റെ അടുത്തേക്ക് പോകണം, ഞാൻ ചതിക്കപ്പെട്ടതാണ് എന്ന് സ്വന്തം മക്കളോട് പറഞ്ഞപ്പോൾ അമ്മ ഇനി കേരളത്തിലേക്ക് വരരുത്, വന്നാൽ അമ്മയുടെ മക്കളെ കൊന്നുകളയും എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അമ്മ ഒരാൾക്ക് ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വിശ്വാസം രക്ഷിക്കാൻ വേണ്ടി ഞങ്ങളെ എല്ലാം കൊന്നുകളയണോ, ഞങ്ങളെ എല്ലാം ശവശരീരങ്ങളാണോ അമ്മയ്ക്ക് കാണേണ്ടി വരിക എന്ന ചോദ്യമാണ് മാധവിക്കുട്ടിയെ തളർത്തിയത് എന്ന് ലീന മേനോൻ മാധവിക്കുട്ടിയുമായി സംസാരിച്ചതിന് ശേഷം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ കേരളത്തിലെ എല്ലാ പൊതുസമൂഹത്തിനും അറിയാം, ആരും എതിർത്തിട്ടുമില്ല, നിഷേധിച്ചിട്ടുമില്ല. അപ്പോൾ പച്ചയായ യാഥാർത്ഥ്യമായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇവിടെ നിൽക്കുന്നു. പാലാ ബിഷപ്പ് അദ്ദേഹത്തിന്റെ സ്വകാര്യമായിട്ടുള്ള ഒരു പരിപാടിയിൽ, പബ്ലിക് മീറ്റിംഗ് അല്ല, പള്ളിക്കകത്ത് നടന്ന ചടങ്ങിൽ സ്വന്തം വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു ഈ വിഷയത്തിന്റെ പേരിൽ. VD സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? പാലാ ബിഷപ്പിനെ അറസ്റ്റ് ചെയ്ത് അകത്തിടണമെന്ന് പറഞ്ഞു. ആരെങ്കിലും മിണ്ടിയോ? ഒരു ചലനവും ഉണ്ടായില്ല. അറസ്റ്റ് ചെയ്തോ അകത്തിട്ടോ എന്നുള്ളത് വേറെ കാര്യം. ഈരാറ്റുപേട്ടയിൽ നിന്ന് ഇസ്ലാമിസ്റ്റുകൾ പാലാ അരമനയിലേക്ക് യാത്ര നടത്തിയ സമയത്ത് ഒരു LDFകാരനും ഇല്ല, ഒരു UDFകാരനും ഇല്ല, ഒരു പോലീസും ഒരു പട്ടാളവും അവരെ വിട്ടുകൊടുത്തില്ല. അവിടെ അന്നും BJPക്കാരും RSSകാരും പ്രതിരോധം തീർത്ത സംഭവത്തിലാണ് കേരളം ഈ വിഷയം അറിയുന്നതും ചർച്ച ചെയ്യുന്നതും. ഇത് UDFനും LDFനും ഉണ്ടാക്കിയ ഷോക്ക് ചെറുതല്ല. അതുകൊണ്ടാണ് ഒരിക്കലും BJP സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ ക്രൈസ്തവരുമായിട്ട് യോജിച്ചു പോകരുത്, അങ്ങനെ യോജിച്ചാൽ ഉണ്ടാകുന്ന വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് രണ്ടാം വിമോചന സമരത്തിന് കാരണമായി തീരും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവർ ആ തരത്തിലുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് രാഷ്ട്രീയക്കാരോടല്ല, മാധ്യമങ്ങളോടുമല്ല. കാരണം രാഷ്ട്രീയക്കാരും ഇവിടുത്തെ മാധ്യമങ്ങളും ഈ ഭീകരവാദികളുടെ പിന്നാമ്പുറത്തെ എച്ചിൽ നിന്ന് ജീവിക്കുന്ന എച്ചിൽ പട്ടികളുടെ എന്നുപോലെ അതിനും ഒരു യോഗ്യതയുണ്ട്. ആ എച്ചിൽ തിന്നുന്ന പട്ടിയുടെ കിറി നക്കുന്ന പട്ടികളാണ് ഈ പറയുന്ന കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ ഇടത് വലത് മുന്നണികളും. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാകുമെന്ന് കരുതണ്ട. നീക്കം ഉണ്ടാവുകയാണെങ്കിൽ ഒരു നീക്കമേ ഉണ്ടാവുള്ളൂ. ലവ് ജിഹാദ് ഇല്ല. ഒരു സമൂഹത്തെ അടക്കം അങ്ങനെ കുറ്റം പറയരുത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്, ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, പഠിക്കട്ടെ. ഇതൊന്നും അല്ലാതെ ഇവർക്കൊന്നും പറയാൻ അറിയത്തില്ലല്ലോ, പറയാൻ സമ്മതിക്കില്ലല്ലോ. അപ്പോൾ കേരളം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. കേരളം മറ്റൊരു താലിബാൻ ഭരണത്തിന് കീഴിലായിരിക്കുന്നു എന്നുള്ളതിന്റെ അവസാനത്തെ തെളിവാണ് ഈ കോതമംഗലം സംഭവം. മാത്രമല്ല സർ, നമ്മൾക്കറിയാം ഇപ്പൊ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു കഥാപശ്ചാത്തലം അത് യാഥാർത്ഥ്യമല്ല, ഇങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി പിണറായി വിജയൻ അടക്കമുള്ള കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും അത് ഭരിക്കുന്നത് ഏത് സംഘടനയ്ക്ക് പിൻബലത്തിലാണ് എന്നൊക്കെ നമുക്കറിയാം. ഐസിസ് പോലുള്ള കൊടും ഇസ്ലാമിസ്റ്റുകളുടെ തീവ്രവാദികളുടെ പിൻബലത്തിൽ തന്നെയാണ് പിണറായി വിജയൻ ഇവിടെ ഭരിക്കുന്നത് എന്ന് അന്നം കഴിക്കുന്നവർക്ക് അറിയാൻ പറ്റും. പിന്നെ ഇസ്ലാമിക ജിഹാദികളുടെ അമേദ്യം ഭക്ഷിക്കുന്നവർക്ക് അത് തിരിച്ചറിയാൻ പറ്റില്ല, അതല്ലെങ്കിൽ അവർ മിണ്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ
വീണ്ടും ചർച്ച ചെയ്യപ്പെടാനുള്ള ഒരു പുതിയൊരു സംഭവ വികാസം കൂടി വന്നിരിക്കുകയല്ലേ സർ? ഇതിൽ കൃത്യമായിട്ട് ISIS-ലേക്ക് പോയിട്ടുള്ള മലയാളികളെ കുറിച്ചൊക്കെ പച്ചയ്ക്ക് പറയുന്ന ഒരു സ്റ്റോറി തന്നെയാണ് കേരള സ്റ്റോറി. അത് ജീവിക്കുന്ന തെളിവുകളായിട്ട് ഇന്നും ഉണ്ട് എന്നിരിക്കാം. അതിനെ തള്ളിക്കളയാൻ വേണ്ടി കൂട്ടുന്ന വ്യഗ്രത, അതിനെ കൂടി പശ്ചാത്തലമാക്കി സംസാരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും സാറിന്റെ ഒരു വീക്ഷണം വരിക? എന്റെ ഒരു വീക്ഷണം ഞാൻ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ, കേരളത്തിന്റെ സാമൂഹിക പുരോഗതി എന്ന് പറയുന്ന കാര്യം കേരളത്തിൽ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നമ്മളൊന്ന് വിലയിരുത്തണം. അതിൽ ഏറ്റവും ഒടുവിലത്തെ കാര്യമാണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസം കേരളത്തിൽ കടന്നു വന്നതും കേരളത്തിൽ പ്രചരിച്ചതും എങ്ങനെയായിരുന്നു? വളരെ വ്യക്തമായി എല്ലാവരും ഓർമ്മിക്കുന്ന ഒരു ഉദാഹരണമായതുകൊണ്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, പാട്ടബാക്കി എന്ന് തുടങ്ങി നിരവധി നാടകങ്ങൾ കേരളത്തിലെ അമ്പലപ്പറമ്പുകളിൽ, ക്ഷേത്രമുറ്റങ്ങളിൽ കളിച്ചുകൊണ്ടാണ് കേരളത്തിൽ കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം വി സാംബശിവൻ അടക്കമുള്ള ഒരു പറ്റം കാന്തികന്മാരും ഈ അരവയറ് മുറുക്കി ഉടുത്ത് തെണ്ടി നടന്നു കൊണ്ടുവന്ന അമ്പലത്തിലെ കാശ് മേടിച്ച് അമ്പലത്തിലെ ചീത്ത പറഞ്ഞ് അമ്പലമുറ്റത്ത് നിന്നുകൊണ്ട് കഥാപ്രസംഗം നടത്തിയിട്ടാണ് കമ്മ്യൂണിസം പ്രചരിപ്പിച്ചത്. അതിനുശേഷം ഭരണം കിട്ടിക്കഴിഞ്ഞപ്പം ഈ ഭരണത്തിന്റെ എച്ചിൽ വെക്കാൻ വേണ്ടി നടക്കുന്ന ഒത്തിരി സാഹിത്യകാരന്മാരെയും കവികളെയും, ഞാൻ ആരുടെയും പേരെടുത്തൊന്നും പറയുന്നില്ല, പേരെടുത്ത് പറഞ്ഞ മഹാമോശ. കാരണം അവരൊക്കെ എഴുതിയ കവിതകളുണ്ടല്ലോ, അവരൊക്കെ എഴുതിയ ലേഖനങ്ങളുണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട് തെളിവായിട്ട്. അപ്പൊ അങ്ങനെയുള്ളവര് മൂട് താങ്ങി ഇവന്റെയൊക്കെ ചന്തി കഴുകി നടന്ന് പുരസ്കാരങ്ങളും മേടിച്ച് അവാർഡും മേടിച്ച് ഇവരുടെയൊക്കെ പുസ്തകം യൂണിവേഴ്സിറ്റിയിലെ പാഠപുസ്തകമാക്കി മാറ്റി കാലക്ഷേപം കഴിച്ച സാഹിത്യകാരന്മാരും കൂടെ കൂടി വളർത്തിയെടുത്തതാണ് ഇവിടുത്തെ സാഹിത്യ സാംസ്കാരിക വിപ്ലവം എന്നാണല്ലോ പറയുന്നത്, സാമൂഹിക വിപ്ലവം. ഇത് കോൺഗ്രസിനുണ്ടായിരുന്നു. കോൺഗ്രസിന് വേണ്ടി എഴുതാൻ അന്ന് ഉണ്ടായിരുന്നത് മഹാകവി വള്ളത്തോൾ അടക്കമുള്ള ആൾക്കാരായിരുന്നു. മഹാകവി വള്ളത്തോളിന്റെ എന്റെ ഗുരുനാഥൻ എന്ന് പറയുന്ന ഒരൊറ്റ കവിത മതി മഹാത്മാഗാന്ധിയെ ദൈവമാക്കാൻ വേണ്ടി അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങൾ എത്ര വലുതായി. എന്നിട്ട് ആ വള്ളത്തോളിനെ കമ്മ്യൂണിസ്റ്റ് ആക്കാൻ വേണ്ടി മോസ്കോയ്ക്ക് കൊണ്ടുപോയ കഥയൊക്കെ ഉണ്ട് വേറെ. ഏതായാലും അങ്ങനെ വീണ് കൊടുത്തില്ല എന്ന് മാത്രം. പക്ഷെ വീണുപോയ വേറെ സാഹിത്യകാരന്മാരുണ്ട്. വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അധികം പോകുന്നില്ല. ഞാൻ പറയാൻ കാരണം അതായത് കേരള സ്റ്റോറി എന്ന് പറയുന്ന ആ കഥ മലയാളത്തിൽ ആരും എടുത്തതല്ലല്ലോ. അപ്പോൾ എന്റെ ഒരു നിർദ്ദേശം ഇതാണ്, കേരളത്തിൽ ഭയങ്കര പ്രബുദ്ധത, ഈ ബൈജു ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാലും ഭയങ്കര പ്രബുദ്ധത പൂത്തുലഞ്ഞു നിൽക്കുമല്ലേ, എന്നാൽ ഇപ്പോഴെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഒരു സിനിമ എടുത്തുകൂടെ? ആ സിനിമ എടുക്കാൻ വേണ്ടി പൈസ ഇല്ലാത്ത പ്രശ്നം വരികയല്ലോ. ഈ വിഷയത്തിൽ ഒരു സിനിമ എടുക്കാൻ ക്രൗഡ് ഫണ്ടിങ് വെച്ചു, ആവശ്യത്തിന് മിച്ചം പൈസ കിട്ടും. പക്ഷെ അങ്ങനെ ഒരു സിനിമ എടുക്കാൻ കേരളത്തിൽ ആരെങ്കിലും തയ്യാറാകുമോ? ധൈര്യമുണ്ടാകും? ആ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ആരും പേടിക്കണ്ട. സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റും. കാരണം കേരള സ്റ്റോറി പ്രദർശിപ്പിക്കരുതെന്ന് പറഞ്ഞ് ഇവിടെ ഭരണകൂടം ഇടഞ്ഞു നിന്നപ്പോ, സഖാക്കന്മാര് കയ്യിൽ വാളുമായിട്ട് ചാടിയപ്പോ അത് പ്രദർശിപ്പിച്ച നാടാണ് കേരളം. അതായത് ഒരു തിയേറ്ററിലെ മുഴുവൻ സീറ്റും ഒന്നിച്ച് ബുക്ക് ചെയ്തിട്ട് ഞങ്ങളെ പോലുള്ളവർ കയറിയിരുന്ന് നടത്തിയതാണ് സിനിമ. നടക്കില്ല എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ നടത്തിയതാണ്. അപ്പൊ അതൊക്കെ നടക്കും. അതുകൊണ്ട് ഈ സംഭവം, ഈ കോതമംഗലം സംഭവം തന്നെ ഒരു സിനിമയാക്കി ചിത്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ നാടകമാക്കിക്കൊണ്ട് ഏത് കലാരൂപത്തിൽ കൂടിയാണെങ്കിലും അത് പൊതുസമൂഹത്തിലേക്ക് എത്തിക്കണം. കാരണം ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടത് അങ്ങനെയാണ്. ഇപ്പൊ ഈ കോതമംഗലം വിഷയമായിട്ട് നേരിട്ട് പരിചയമുള്ളതാണ് സാറിനും എനിക്കും അറിയുന്നത് നമ്മുടെ എല്ലാ സഹോദരി സൗമ്യ പി വി ഇട്ടൊരു കമന്റ് ഇവിടെ പ്രാധാന്യമുണ്ട്. ഒരു വർഷം മുൻപ് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ കോതമംഗലത്തെ RSS നേതൃത്വം ഇവനുമായുള്ള ബന്ധത്തെക്കുറിച്ച് അറിയിക്കുകയും ഇവൻ പക്ക തരികിടയാണെന്ന് അറിയിക്കുകയും ചെയ്തതാണ് എന്നുള്ളൊരു കമന്റ്. കൃത്യമായിട്ടും RSSും BJPയും അല്ലാതെ മറ്റാരും ഈ ഒരു വിഷയത്തിൽ ഇപ്പോ ഈ ഒരു ക്രൈസ്തവരായിക്കോട്ടെ, ഹിന്ദു സംഘടനകളായിക്കോട്ടെ, ഇവർക്കൊക്കെ ക്രൈസ്തവർക്ക് കൂടുതലായിട്ട് തണലുമായി നിൽക്കുന്നത് RSSകാരും BJPയും ആണ് എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഛത്തീസ്ഗഡ് വിഷയം വന്ന സമയത്ത് എത്രത്തോളമാണ് ഈ പറയുന്ന ക്രൈസ്തവ ഹിന്ദു ഐക്യം ആ ഒരു അടുപ്പത്തിൽ വിള്ളൽ ചാർത്താൻ വേണ്ടി രംഗത്തിറങ്ങിയതെന്നും അതിലെ സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശ്ശൂരിന്റെ MP കൃത്യമായിട്ടും ഇടപെട്ടത് നരേന്ദ്രമോദിജി എന്ന് പറയുന്ന നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയായിട്ട് നേരിട്ട് ഈ വിഷയം എത്തിച്ചതും ഒക്കെ അറിഞ്ഞിട്ടും ഒരു വിഭാഗം കമ്മ്യൂണിസ്റ്റുകളോടും കോൺഗ്രസ്സുകാരോടും ചാരി നിൽക്കുന്ന ഈ പറയുന്ന സഭാ പുരോഹിതന്മാർ എന്നവരെ വിളിക്കാൻ പറ്റില്ല, രാഷ്ട്രീയക്കാരായുള്ള പുരോഹിതന്മാർ എന്ന് വിളിക്കേണ്ടതുണ്ട്. അവർ സുരേഷ് ഗോപിയെ അപഹസിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടതാണ്. എവിടെ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് KSUവിന്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യൻ രാഷ്ട്രീയ കോമരം കളിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു അവസരത്തിൽ RSSും BJPയും അല്ലാതെ ഈ ഒരു വിഷയം ഒരിക്കലും
ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ല എന്നുള്ളതൊക്കെ അറിയുന്ന ഈ ഒരു അവസ്ഥയിൽ തന്നെ ഈ ഒരു വിഷയം കൃത്യമായിട്ട് ജയസൂര്യൻ സാർ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവന്നു എന്നൊരു വിശ്വാസത്തോടു കൂടി തന്നെ ഈ സോന എൽദോസ് എന്ന് പറയുന്ന കോതമംഗലത്തെ ആ ഒരു സഹോദരിക്കെങ്കിലും നീതി വാങ്ങിക്കൊടുക്കാൻ ഇവിടത്തെ എല്ലാ ജനങ്ങളും രംഗത്തിറങ്ങേണ്ടമെന്ന് എന്ന് പറയേണ്ടതുണ്ട്. കാരണം റമീസ് എന്ന് പറയുന്ന ക്രൂരനായിട്ടുള്ള ആ ഒരു ഇസ്ലാമിക പയ്യൻ ആ കുട്ടിയെ പ്രണയ ജിഹാദിൽ പെടുത്തിയതിനു ശേഷം മതം മാറ്റാൻ വേണ്ടി ചെയ്ത ക്രൂരതകളെല്ലാം പച്ചയ്ക്ക് ആ കുട്ടി എഴുതി വെച്ച് പച്ചയ്ക്ക് തെളിവായിട്ട് തന്നെ പോലീസിന്റെ കയ്യിലുണ്ടായിട്ടും ഈ റമീസ് എന്ന് പറയുന്ന ഈ ചങ്ങാതിക്കെതിരെ ഈ ജിഹാദിക്കെതിരെ പോലീസിന് നടപടി പോലും എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ സാക്ഷര കേരളമേ, പ്രബുദ്ധ കേരളമേ, നിന്റെ പ്രബുദ്ധത, നിന്റെ സാക്ഷരത എത്രത്തോളം ഉണ്ടെന്ന് നീ വീണ്ടും 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 ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നിന്റെ വീട്ടിൽ സംഭവിക്കുമ്പോൾ മാത്രം മേലോട്ട് നോക്കി മോങ്ങുന്ന ഒരവസ്ഥ വരുന്നതിന് മുൻപ് നിനക്ക് കിട്ടുന്ന താക്കീതുകൾ, ആ താക്കീതിൽ നീ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്ന് ഒരു സോന എൽദോസ് ആണെങ്കിൽ നാളെ നിന്റെ മക്കളുടെ പേരുകളും ഉയർന്നു കേൾക്കുമ്പോഴും ഇതുപോലെ ചർച്ച നടത്താൻ ഞങ്ങൾക്കൊരു അവസരം നീ ഉണ്ടാക്കി തരില്ലേ എന്ന് വലിയ വായിൽ തന്നെ പറയേണ്ടതുണ്ട്. ഇനിയെങ്കിലും പ്രബുദ്ധത എന്താണെന്ന് തിരിച്ചറിയാൻ മലയാളിക്ക് കഴിയട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ജയസൂര്യൻ സാർ ഈ വിഷയത്തിൽ ഗംഭീരമായിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ പാസ് ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട്. മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും സന്ധിക്കും വരെ വണക്കം സർ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.